അന്താരാഷ്ട്ര ലഹരി ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി അതിരൂപത ആന്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ 2024-25 പ്രവർത്തന വർഷ ഉദ്ഘാടനവും മാർഗരേഖ പ്രകാശനവും പുരസ്കാര വിതരണവും കരിക്കോട്ടക്കരി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി നിർവഹിച്ചു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കരിക്കോട്ടക്കരി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താംപടവിൽ അധ്യക്ഷനായി. ADSU അതിരൂപത ഡയറക്ടർ ഫാദർ ജോസഫ് വടക്കേപ്പറമ്പിൽ, സ്കൂൾ മാനേജർ ഫാദർ കുര്യാക്കോസ് കളരിക്കൽ, സ്കൂൾ പ്രധാനാധ്യാപിക മിനിമോൾ പി സിറിയക്, UP സ്കൂൾ അധ്യാപിക NS സൂസമ്മ, ചീഫ് ആനിമേറ്റർ ശോഭ ടോം, സാവിയോ ബാബു, ടോണിസ് ജോർജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സന്ദേശ റാലിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കുഞ്ഞുങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ലഹരി മാഫിയ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ക്യാച്ച് ദം യങ് എന്നുള്ളതാണ് ലഹരി മാഫിയയുടെ ആപ്തവാക്യം തന്നെ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുട്ടികളെ ലഹരികൾക്ക് അടിമയാക്കിയെങ്കിൽ മാത്രമേ ഈ ലഹരി സംസ്കാരം ഇവിടെ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. പ്രായമായി സുബോധമായി നല്ല ജോലിയായി കുടുംബസ്ഥരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ലഹരിയുടെ അടിമയാകാൻ തയ്യാറായെന്ന് വരില്ല. കാരണം ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിന്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും അറിഞ്ഞാൽ പിന്നീട് ഈ ലഹരിക്ക് അടിമപ്പെടുക എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് സാധ്യമല്ലാത്ത കാര്യം. അതുകൊണ്ട് തന്നെ ലഹരി മാഫിയ എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെയാണ് എന്നുള്ളത് പരമമായ സത്യമാണ്.